ഹരേ കൃഷ്ണ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇതെന്താ ഇന്ന് കരച്ചിലില്ലാത്ത? ആ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സൂത്രം കാണിച്ചു തരാന്ന്. കൃഷ്ണനെ കൊണ്ട് എന്ത് പറഞ്ഞാലും കരയും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗോപാലച്ചാച്ചൻ കരയും. അതാ ഞാൻ പറഞ്ഞത് ആദ്യം ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഞാൻ വിചാരിച്ചു ഈ പാട്ട് കഴിഞ്ഞപാട് കണ്ണിന്ന് വെള്ളം വരുന്നു, പക്ഷെ കണ്ണ് കലങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, കണ്ണ് നോക്ക്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജീവന, ജീവനാടിയ. കണ്ണനില്ലാണ്ട് ഗോപാലകൃഷ്ണൻ ഇല്ല എന്ന് പറഞ്ഞ പോലെയാ. കണ്ണനെ കൊണ്ട് എന്ത് നമ്മൾ മിണ്ടിയോ കണ്ണെന്ന് കരച്ചിൽ വരുന്നുണ്ടാവും. കണ്ണൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവന അല്ലേ ഗോപാല ചാച്ച? ഗുരുവായൂരപ്പൻ ലീലകളാടിയ കൃഷ്ണൻ. ഞാനിങ്ങനെ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ച് കരയിപ്പിക്കുന്നതല്ല, കരയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ കരയും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതാണ്. കൃഷ്ണനെ കൊണ്ട് രണ്ട് വാക്ക്. സന്തോഷം കൊണ്ടല്ലേ പറയുന്നത് കേട്ടോ. സന്തോഷം കൊണ്ടല്ലേ മറ്റൊന്നും കൊണ്ടല്ലേ കാര്യം. സന്തോഷം കണ്ണിൽ നല്ല വന്നു. അതാണ് ഭക്തി, പ്രേമ ഭക്തി, ഭക്തിഭാവം. അങ്ങനെ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ കണ്ണനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പം ഏത് ദേവീ ദേവന്മാരെ കുറിച്ച് പറയുമ്പോഴും ഉണ്ടാവും നമുക്കൊരു മനസ്സിന് വല്ലാണ്ട് തട്ടും. അങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഭക്തിഭാവം തന്നെയാണ്. അത് ഭഗവാന്റെ സ്പർശനം ഏൽക്കുന്നത് ആ ഒരു സമയത്ത്, ആ ഒരു ഫീലിങ്സ് വരുന്നതാണ് നമുക്ക്. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മളെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടേ വന്നത് ആ സമയത്ത്. അല്ലാണ്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. അങ്ങനെ എല്ലാവരും ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കരയുന്ന ആൾക്കാരൊന്നും അല്ല. കരയുന്നതല്ല, അറിയാണ്ട്, നമ്മൾ പോലും അറിയാണ്ട് കണ്ണിന്ന് വെള്ളം വരുന്നത്. അതൊരു വലിയൊരു ഭക്തിയുടെ ലക്ഷണം അല്ലെ, ഭഗവാനോടുള്ള പ്രേമ ഭക്തിൻ്റെ അല്ലെ പ്രേമഭാവത്തിൻ്റെ ആ ഒരു ഇഷ്ടത്തിൻ്റെ ലക്ഷണം. സത്യം. കണ്ണ് കലങ്ങിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ.